ആരംഭിച്ചതിന് പിന്നാലെ ആശാവർക്കർമാരുടെ 2 മാസത്തെ വേതന കുടിശ്ശിക സർക്കാർ അനുവദിച്ചിരുന്നു. കുടിശ്ശിക വേതന നൽകുക എന്നുള്ളത് തങ്ങളുടെ ആവശ്യങ്ങളിൽ ഒന്ന് മാത്രമാണെന്നും മറ്റ് ആവശ്യങ്ങൾ കൂടി അംഗീകരിച്ചാൽ മാത്രമേ സമരം പിൻവലിക്കുകയുള്ളൂ എന്നുമാണ് പ്രതിഷേധക്കാരുടെ നിലപാട്. ഇതിനിടെ ചിലർ മനഃപൂർവ്വം തങ്ങളുടെ സമരത്തെ തകർക്കാൻ ശ്രമിക്കുന്നുവെന്നും സമര നേതാക്കൾ ആരോപണം ഉന്നയിക്കുന്നു. ആരോഗ്യവകുപ്പ് ഒരു സർക്കുലർ പുറത്തിറക്കിയിരിക്കുകയാണ്. ഈ സമരത്തിൽ പങ്കെടുത്ത ആശാ വർക്കർമാരുടെ മുഴുവൻ ഡീറ്റെയിൽസും അവർക്ക് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇന്നലെ രാവിലെ ഞങ്ങൾ കണ്ടു CI2-ന്റെ ആളുകൾ വിവിധ PHSCകളിൽ ചെന്നുകൊണ്ട് ആശാ വർക്കർമാരെ ഭീഷണിപ്പെടുത്താനും വിരട്ടാനും ഒക്കെ നോക്കി. ആശാ വർക്കർമാരുടെ വേതനം 7,000 രൂപയിൽ നിന്ന് 21,000 രൂപയാക്കുക, പെൻഷൻ അനുവദിക്കുക, വിരമിക്കുമ്പോൾ 5 ലക്ഷം രൂപ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ കൂടി അംഗീകരിക്കണമെന്നാണ് സംഘടനയുടെ നിലപാട്. ഇതേ നിലപാട് തന്നെയാണ് സമരപന്തലിലെത്തിയ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും മുന്നോട്ട് വെച്ചത്. 232 രൂപ ഒരു ദിവസം കൊടുത്താൽ ആർക്കാ ജീവിക്കാൻ കഴിയുന്നത്? എല്ലാവർക്കും വാരിക്കോരി കൊടുക്കല്ലേ? ഈ പാവങ്ങൾക്ക് വാരിക്കോരി കൊടുക്കണ്ട, വയറ് നിറയ്ക്കാനെങ്കിലും ഒരു അവസരം അവർക്ക് കൊടുക്കണ്ടേ? ഭരണസ്ഥിരാ കേന്ദ്രത്തിന്റെ തൊട്ടുമുന്നിൽ നടക്കുന്ന ഈ സമരം 13ാം ദിവസത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ വിഷയത്തിൽ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇടപെടണമെന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. ബിജു വി എസിനൊപ്പം ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.